ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോണത്. അതായത് ഇന്ന് ഈ വീഡിയോയിലുള്ളത് വേറെ ആരുമല്ല, നമ്മുടെ മലയാള സിനിമയിലെ പ്രിയപ്പെട്ട ദേവൻ സാറും അതോടൊപ്പം CLSL എന്ന് പറയുന്ന പാലക്കാട് ആസ്പദമായി 2014 ഫൗണ്ട് ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ഫൗണ്ടറായിട്ടുള്ള അശോകേട്ടനും. വീഡിയോയിൽ കണ്ട പോലെ ഞങ്ങളൊരു ഫോറസ്റ്റ് ഓഫീസിലോട്ടാണ് ആദ്യം വന്നത്. ഇവിടെ ഉദ്യോഗസ്ഥരുമായി കുറച്ചു നേരം സംസാരിച്ചിരുന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ കോളനിയിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഫോറസ്റ്റ് ഓഫീസിൽ ഉദ്യോഗസ്ഥർക്ക് സാറിനായി നിന്ന് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അവരെ സന്തോഷിപ്പിക്കുന്നതിനായിട്ട് സാറ് നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ ഇവിടുന്ന് കവളപ്പാറ കോളനിയിലോട്ട് പോകും. അങ്ങനെ കവളപ്പാറ കോളനിയിൽ ഞങ്ങൾ എത്തിയപ്പോൾ ഇവിടെ ആദ്യം കണ്ടത് കുറച്ച് സ്റ്റുഡൻസിനാണ്. ഭയങ്കര സന്തോഷം തോന്നി. ഇവരാണ് ശരിക്കും ഇന്നത്തെ താരങ്ങളെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇങ്ങനൊരു ആദിവാസി കോളനികളിലെത്തി ഇവിടുത്തെ ജനങ്ങളുടെ ദൈനംദിന വിഷയങ്ങൾ, അതായത് ഇവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത, ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെക്കുറിച്ചെല്ലാം പഠിച്ച് ഇതൊരു റിപ്പോർട്ടായി വർഷാവർഷം സർക്കാരിലോട്ട് എത്തിച്ചു കൊടുക്കുന്ന ഒരു കൂട്ടം കുട്ടികൾ, ഇവരെന്നാണ് ഇന്നിവിടുത്തെ താരങ്ങൾ. CLSL എന്ന് പറയുന്ന സംഘടനയും കവളപ്പാറ ഫോറസ്റ്റ് ഓഫീസിലെ നല്ലവരായിട്ടുള്ള കുറേ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും കൂടി ചേർന്നാണ് ഇങ്ങനൊരു പ്രോഗ്രാം ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി എന്താണ് CLSL? ഗ്രാമീണ ആദിവാസി മേഖലയുടെ വികസനത്തിനായി ഒരു വ്യക്തിയെ സഹായിക്കുന്നതിനും അവരെ മുന്നോട്ട് നയിക്കുന്നതിനും ജീവിത നൈപുണ്യ പഠനം നൽകുന്നതിനും ആരോഗ്യം, വിദ്യാഭ്യാസം, കൃഷി, പരിസ്ഥിതി, ഗവേഷണം, കായികം, കല, സംസ്കാരം തുടങ്ങിയ മേഖലകളിലെ മൊത്തത്തിലുള്ള വികസനം വർദ്ധിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് CLSL സ്ഥാപിതമായത്. അങ്ങനെ അല്പസമയത്തിനുള്ളിൽ തന്നെ അവിടുത്തെ തൊട്ടടുത്ത് താമസിക്കുന്ന കുറേ ജനനിവാസികൾ നമ്മുടെ ആ ഒരു കമ്മ്യൂണിറ്റി ഹാളിലോട്ട് എത്തി. അതിലൊരു ചേട്ടൻ വളരെ രസകരമായി തമാശ എന്ന രൂപേണ ചില കാര്യങ്ങൾ ഞാൻ മെഷീൻ കൊണ്ട് കാല് കൊടുക്കുക. പിന്നെ ഞാൻ സാറിനെ പുറകെ സാറ് കുറേ ഉപകാരങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് എനിക്ക് സാറിന് ബഹുമാനമുള്ളതാണ്. മമ്മൂക്കിയെ പോലെ നമുക്ക് വലിയ സാറാണ്. അല്ല, മോഹൻലാലിന് പറഞ്ഞാൽ എനിക്ക് ഒട്ടും ബഹുമാനമില്ലാത്ത ഞങ്ങളെ പോലുള്ള പാവങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യുന്ന ഒരു മനുഷ്യനെ ഞങ്ങൾ ആദരിക്കും, ബഹുമാനിക്കും, സ്നേഹിക്കും. അത് അതുകൊണ്ട് പറഞ്ഞാണ്. പിന്നെ ആ ചേട്ടൻ്റെ രസകരമായിട്ടുള്ള ഒരു സംസാരത്തിന് ശേഷം പ്രോഗ്രാമിലോട്ട് കടക്കുന്നതിന് മുന്നോടിയായിട്ട് ഒരു നിമിഷത്തെ മൗനപ്രാർത്ഥനയ്ക്ക് വേണ്ടി എല്ലാവരും എഴുന്നേറ്റു. പ്രാർത്ഥന കഴിഞ്ഞ് അവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ എല്ലാവരെയും ആ ഒരു പ്രോഗ്രാമിലോട്ട് സ്വാഗതം ചെയ്തു. അങ്ങനെ CLSLൻ്റെ സ്ഥാപകനായിട്ടുള്ള അശോകേട്ടൻ അന്നത്തെ വേദിയിൽ ഒരുപാട് കാര്യങ്ങൾ, പ്രധാനപ്പെട്ട പല വിഷയങ്ങളെക്കുറിച്ചും അവിടുത്തെ ജനനിവാസികളുമായി ചർച്ച ചെയ്തു. CLSLൻ്റെ ഭാഗത്തുനിന്ന് ദേവൻ സാറിന് ഒരു പൊന്നാട, വളരെ സന്തോഷകരമായ ഒരു നിമിഷം. അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാണ്. വളരെ അപ്രതീക്ഷിതമായിട്ട് ദേവൻ സാറ് ആ ഒരു ദിവസം ഞങ്ങളുമായിട്ട് ഒന്ന് കറങ്ങിയടിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. വളരെ തിരക്കേറിയ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ നിന്ന് ഒരു ദിവസം ദേവൻ സാറിനോടൊപ്പം പറമ്പിക്കുളത്തേക്ക്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് കാടിനെ കുറിച്ച് അറിയാനും കാട്ടിലെ ജനങ്ങൾ, അവിടുത്തെ ആദിവാസികൾ എങ്ങനെ ജീവിക്കുന്നു എന്ന് നേരിട്ട് കാണാനും അവിടുത്തെ ജീവിത രീതികൾ എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞങ്ങൾ യാത്ര തിരിക്കുന്നത്. ഈ യാത്രയ്ക്ക് ഒരു പ്രധാന ലക്ഷ്യം കൂടിയുണ്ട്. CLSLൻ്റെ സ്ഥാപകനായിട്ടുള്ള അശോകേട്ടനും ഞങ്ങളെ കൂടെ ഉണ്ട്, അതിൻ്റെ പ്രവർത്തകരും ഞങ്ങളെ കൂടെ തന്നെ ഉണ്ട്. അതിൻ്റെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പറമ്പിക്കുളം എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്ത്
ഒരു അക്ഷയ സെൻറ്ററോ ഒരു ജനസേവാ കേന്ദ്രമോ ഒന്നുമില്ലാത്ത ഒരു സ്ഥലമാണെന്ന് അറിഞ്ഞിട്ടാണ് അവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവരും കൂടി ഞങ്ങളെ കൂടെ വന്നത്. പോകുന്ന വഴിക്ക് വളരെ അപ്രതീക്ഷിതമായിട്ട് ഒരു പുലി മാനിനെ പിടിക്കുന്ന ഒരു രംഗം ഞങ്ങൾക്ക് കാണാൻ പറ്റി. പിടിക്കുന്ന ഒരു രംഗം തന്നെയായിരുന്നു. വളരെ റയറായിട്ട് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയായിരുന്നു അതിൽ കാണാൻ പറ്റി. ഇത് കണ്ടോ സാറ് കണ്ടോ അപ്പുറത്ത് വേറെ നോക്കി നിക്കുന്നുണ്ട് കേട്ടോ. ഒരെണ്ണം മതിയാലോ. ഒരെണ്ണം പിടിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു. കണ്ടു കണ്ടു കണ്ടു. എല്ലാ മാൻകുട്ടികളും നോക്കി നിൽക്കുകയാണല്ലേ യോഗം. അത് അവിടെ കിടന്നുട്ടാ. അതിനകത്ത് പതുങ്ങി പോണതാണോ? അവർ പിടിക്കാനായിട്ടല്ലല്ലോ, വലിച്ചോണ്ട് പോണതാണല്ലേ. ഒന്നും ചെയ്യാൻ പറ്റില്ല. മഞ്ഞ കണ്ട് തന്നെ ഈ മഞ്ഞ കണ്ട് ആ ചെറുത് ആ പുളിമാന്റെ ഫ്രണ്ടിൽ ഒരു മഞ്ഞ കണ്ട് പുലിയാണ്. ഇപ്പൊ നോക്ക് മേഡം, ഇപ്പൊ നോക്കണ്ട ശരിക്കും കണ്ടു. ഒരു കാഴ്ച അപൂർവമാണ്, വളരെ അപൂർവമാണ്. അപ്പുറത്തേക്കണ മാന് കണ്ടില്ല, ഇതിന്റെ വായിലൊരു പുള്ളിമാനുണ്ട്. അത്രേ ഉള്ളൂ. നിലവിളിക്കുന്നുണ്ടല്ലേ? എല്ലാതും നിലവിളിക്കുന്നുണ്ട്. സിഗ്നൽ മരം പിടിക്കാൻ പോയത് പിടിച്ച സ്ഥലമാണ്. അവിടെ ആ മാനിനെ പിടിച്ച സ്ഥലമാണ്. അവിടെ ആ പുലിയുടെ മണസ്മെല്ലുണ്ടാവും. അല്ല, മാനങ്ങൾ അങ്ങോട്ട് പോകണ്ടല്ലോ. മാനങ്ങൾ പോടി മാറും. അയാളുടെ ആ പുലിയുടെ സ്മെല്ല് അവിടെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അവിടെ ഒരു സേഫ്റ്റി നോക്കിയിട്ട് മാറും. നാലുതരം മാനുകളുണ്ട്: സ്പോട്ട് ഡിയർ, സാമ്പാ ഡിയർ, ബാൻഡ് ഡിയർ, മൗസ് ഡിയർ. കേരളത്തിന് വെള്ളം കിട്ടില്ല. കേരളത്തിൽ നമ്മൾ ചുറ്റൂർ പഴയിൽ അത് അത്യാവശ്യത്തിന് മാത്രം തുറന്നു കൊടുക്കും. ബാക്കി വെള്ളം കംപ്ലീറ്റ് തമിഴ്നാട് ആവശ്യത്തിന് എടുക്കും. കമ്പാലത്തറ ഡാം, ചുള്ളിയാർ ഡാം, മീഞ്ചാര ഡാം, ഇവരൊക്കെ ഈ വെള്ളം തന്നെ തുറന്നു കൊടുക്കും. കാങ്കയം, കരൂർ വരയ്ക്ക് വെള്ളം കൊണ്ടുപോകും. കംപ്ലീറ്റ് പച്ചക്കറി. അത് നമ്മളിതേപോലെ തന്നെ ഗസ്റ്റ് ഹൗസാണ്. ഒരെണ്ണേ ഉള്ളൂ അവിടെ, ഒന്നേ ഉള്ളൂ അവിടെ. അകർപ്പം ചോദിച്ചു, കാരണം അത് നമ്മളൊന്ന് നോക്കിയതായിരുന്നു. അപ്പോൾ ചോർച്ചയുണ്ട്. മഴക്കാല് ഞാൻ ചോർച്ചയാണ്, അതുകൊണ്ടാണ് പബ്ലിക് ഇതിന് കൊടുക്കുന്നത്. മറ്റൊരു നമ്മുടെ സിനിമ നടൻ ആക്ടർ മോഹൻലാൽ ഇയാൾ ജയറാം, ആ സാറൊക്കെ വന്ന ഭാര്യയുമായിട്ട് ചെയ്തു. 2-3 പ്രാവശ്യം സാറിൻ്റെ കൂടെ വന്നു. ഇതാണ് പറമ്പിക്കുളം ടൗൺ എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഇപ്പോൾ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഒരു ട്രൈബൽ ഡാൻസ് ഉണ്ട്. ഇവിടെ താമസിക്കാൻ വരുന്നവർക്ക് പാക്കേജിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ളൊരു പ്രോഗ്രാമാണ്. അപ്പോൾ ഞങ്ങളും സാറും കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ പുറത്തിങ്ങനെ ചാറ്റൽ മഴ ഉണ്ട് ചെറുതായിട്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇവർ ഈ ഒരു ഹോളിലോട്ട് പ്രോഗ്രാം മാറ്റിയേക്കെന്നാണ് അറിഞ്ഞത്. അപ്പോൾ എന്താണെന്നുള്ളത് നോക്കാം.
അതാണ് അതിന്റെ സത്യം. വളരെ സന്തോഷം. ഒരു ഫ്രെയിമിനകത്ത് വന്നാലാണ് അതിന്റെ ബ്യൂട്ടി. അതെ, ഭാഷാപരത്തില് കുറെ വൈരങ്ങൾ വീട്ടിൽ വെച്ചിരിക്കുക.